ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്ന് നമ്മളുടെ ഒരു ഗസ്റ്റ് ഉണ്ട്, അദീന. അപ്പം അദീനയുടെ ചേച്ചിയാണ് മിന്നു ചേച്ചി. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്കത് ഉണ്ടാക്കി തന്നത് നമ്മുടെ ചേച്ചിയാണ്, മിന്നു ചേച്ചിയാണ്. അപ്പം നമുക്ക് കിടക്കാം. നമ്മളിന്നിവിടെ 1 കിലോത്തിൻ്റെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കപ്പ് മൈദ നമ്മൾ മെഷർ ചെയ്ത് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഞാൻ മെഷർ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. നമുക്ക് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊക്കോ പൗഡറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 നുള്ളുപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. കേക്ക് നല്ലോണം സോഫ്റ്റ് ആവാനും അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരാനും വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യം 2 മുട്ടയാണ്. അത് ഞാനൊരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിനു മുന്നേ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആയി വരണം കേട്ടോ. അതിലോട്ട് നമുക്ക് ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചോക്ലേറ്റിൻ്റെ മിക്സാണ്. ഞാനിത് 1 ടേബിൾ സ്പൂൺ പാലിൽ ചൂടാക്കിയിട്ട്, ഇളം ചൂടുള്ള പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റാക്കിയതാണ്. അതൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ മിക്സ് ഇടുമ്പോഴത്തേക്കും നമുക്ക് കേക്കിന് ഉണ്ടാവുക. അതും കൂടെ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ആ മിക്സ്, അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് 3 പ്രാവശ്യം ഇട്ടിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ കുഴക്കാവുള്ളൂ. ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ കട്ട കുത്തിപ്പോകും. അത് മാത്രമല്ല പൊങ്ങി വന്നിരിക്കുന്നത് താണു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് ഒട്ടും സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല, ഹാർഡായിട്ടിരിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ പതിയെ പതിയെ എല്ലാം കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ മൊത്തം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1/4 ടീസ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്തേക്കുന്നത്. കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു കടായിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ 15 മിനിറ്റ് ആയത് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാനിവിടെ ഒരു ട്രേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ഇഞ്ചിൻ്റെ ട്രേ ആണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓയിൽ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കതിലോട്ട് ബാറ്റർ മിക്സ് ഒഴിച്ച് കൊടുക്കാം. പതിയെ പതിയെ അത് നിങ്ങൾ ഒഴിച്ച് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കൊമളകൾ ഇങ്ങനെ പൊട്ടി പോണത്. അതങ്ങനെ ടാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കേക്കിൽ എയർ ബബിൾസ് നിന്നിട്ട് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കടായി പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് 15 മിനിറ്റ്. നമുക്ക് അതിലോട്ട് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾക്ക് ഇനി ഒരു 30 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും കേട്ടോ. അരമണിക്കൂർ കൊണ്ട് നന്നായിട്ട് തന്നെ കേക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് 3 ലെയറായിട്ട് മാറ്റാം. ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും 1 നുള്ളു ഉപ്പും കൂടി എടുത്തതാണ്. അത് തിളപ്പിച്ച് ഷുഗർ സിറപ്പാക്കി എടുക്കുക. തണുത്തതിന് ശേഷം കേക്കിലോട്ട് ഇങ്ങനെ മയം ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കേക്ക് പൊടിഞ്ഞു പോകും. ഈ സിറപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കേക്കിന് നല്ല ജ്യൂസി ടെക്സ്ചർ ആയിട്ടോ കിട്ടണത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിൽ ഒരു ബൗളിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒരു ബൗൾ വെച്ച് കൊടുക്കുകയാണ് വേറെ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ക്രീം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഓൾറെഡി ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. കുറച്ച് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മിക്സ് ഇടുമ്പോൾ കേക്കിന് നല്ല ടേസ്റ്റ് ആയത്. ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ ഒരു 50 ഗ്രാംസാണ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തേക്കുന്നത്. അതായത് ഒരു അര കപ്പിന് മേലെ ഉണ്ടാവും. അത് എന്നിട്ട് ചൂടാക്കി എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്താണ്. തണുത്തതിന് ശേഷം നമുക്ക് ക്രീമിലോട്ട് ആഡ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ക്രീമിന്. ചോക്ലേറ്റ് ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ക്രീമിൻ്റെ ടെക്സ്ചർ. നല്ലൊരു ടേസ്റ്റാണ് ഇതിടുമ്പോൾ ക്രീമിന് കിട്ടുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ക്രീം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കണം. ഇത് ഏറ്റവും ടോപ്പിലത്തെ ലെയറാണ് ഏറ്റവും അടിയിൽ വെക്കേണ്ടത്. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ പുറത്തോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് ഐസിങ് ചെയ്തെടുക്കാം. നല്ല അത്യാവശ്യം കട്ടിക്ക് തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഐസിങ് നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ. ഇനി അടുത്ത സെക്കൻഡ് ലെയർ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒന്നും കൂടെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. നന്നായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല, ഒറ്റയടിക്ക് ചെയ്ത് കൊടുക്കരുത്, കേക്ക് പൊടിഞ്ഞു പോവും. നമുക്ക് എടുക്കുമ്പോൾ തന്നെ അതിങ്ങ് നനവ് കാരണം പൊടിഞ്ഞു പോവും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും തന്നെ ഒരുപോലെ എത്തും. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയർ കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ പോർഷനാണ്. അതെടുത്ത് മുകളിൽ വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ ക്രംസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ക്രീം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അത്ര പെർഫെക്റ്റ് ആവണം എന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കേണ്ടതാണ്. ചോക്ലേറ്റ് ഗനാഷ് ഞാൻ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഒരു 2 സ്ലാബോളം ഡാർക്ക് കോമ്പൗണ്ട്, അത് ഒരു 200 ഗ്രാമിനടുത്ത് വരും. അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതങ്ങനെ മെൽറ്റാക്കി നമ്മളിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇളം ചൂടിലാണ് ഗനാഷ് നമ്മൾ കേക്കിൻ്റെ പുറത്തോട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് സാധാരണ കേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞു പോവും. നമ്മുടെ കേക്ക് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. ഇപ്പം ഞാനിവിടെ സ്ക്രേപ്പർ കൊണ്ട് ഒരു നല്ലൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിന്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റണം. 2 മണിക്കൂർ നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെച്ചാൽ മാത്രമാണ് നമുക്ക് ഗനാഷ് ഒഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ചില്ലിൻ്റെ ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേസ് അതിൽ ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണേ. ഇപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അതിനുള്ളിൽ നിന്ന് കേക്ക് എടുക്കാം പുറത്തോട്ട്. ഓക്കെ, നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോടെ കൂടെ ഒഴിക്കാൻ പാടുള്ളൂ, എന്നാലാണ് ആ ഗ്ലേസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അരിപ്പ് കാണുന്നുണ്ടോ? ഓക്കെ, നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ഗനാഷിൽ ഒഴിച്ചെടുക്കുക. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5 തല പൂവാട്ടോ. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഞാൻ അതിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ പിന്നെ കേക്ക് പോപ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. 6 കേക്ക് പോപ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും ഗോൾഡൻ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതും കൂടെ ഒന്ന് കൊടുത്തു കൊടുക്കുന്നുണ്ട്. എന്താ കേക്ക് പോപ്സ് വെക്കുകയാണ്. നമ്മുടെ കേക്ക് ഫൈനൽ ടച്ചിലോട്ട് എത്തുവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കേക്ക് പോപ്സ് കഴിക്കാനായിട്ട്. ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് കൂടെ ഞാൻ കുത്തി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്, ചോക്ലേറ്റ് ഗനാഷ് കേക്ക്.
സൂപ്പറാണ്. കിടിലതാ, അടിപൊളി. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് നിൽക്കണം. പിന്നെ മീനു ചേച്ചി ഞങ്ങളുടെ കേക്ക് ഉണ്ടാക്കിയത് മീനു ചേച്ചിയാണ്. അപ്പോൾ പുള്ളിക്കാർ ഇച്ചിരി ബിസിയാണ് കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഇതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരിയുടെ ഫോൺ നമ്പറും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും മെൻഷൻ ചെയ്തേക്കാം. എല്ലാവർക്കും കേക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ബൈ ബൈ. ബൈ ബൈ മാത്രം പറയാം.